വിവോയുടെ വിവോ V21 SE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഈ ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V21 SE എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പിന്നെ മുമ്പ് വിവോ V21 സീരീസിൽ വിവോ V21 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും വിവോ V21e പോലുള്ള ഫോണുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണുകളുടെയൊക്കെ താഴെ വരുന്ന ഫോണായിരിക്കും വിവോ V21 SE എന്ന ഫോൺ. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വിവോ V21 SEയിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുമെന്നാണ് പറയപ്പെടുന്നത്. വിവോ V21 സീരീസിൽ വരുന്ന മറ്റ് ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വിവോ V21 SEയിൽ അങ്ങനെ ആയിരിക്കില്ല. ഈ ഫോണിൽ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പിക്സൽ ഡെൻസിറ്റി വരിക 440 pp ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. ഈ ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ചിലപ്പം കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിലും അതുപോലെ തന്നെ ഗീക്ബെഞ്ച് സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഫോണിൻ്റെ പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഇത് 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറൊന്നുമല്ല, 4G സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഗൂഗിൾ പ്ലേ കൺസോളിലും അതുപോലെ തന്നെ ഗീക്ബെഞ്ച് സൈറ്റിലേക്ക് ഈ ഫോണിൻ്റെ 8GB RAM വെർഷനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പം ഈ ഒരു ഫോണിൻ്റെ 6GB RAM വെർഷനും ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ആൻഡ്രോയിഡ് ലൈൻ ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൽ 48 MP മെയിൻ ക്യാമറ സെൻസർ വരാനാണ് സാധ്യത. പിന്നെ 2 MP ഒരു സെൻസറും വരാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ പറയപ്പെടുന്ന മറ്റൊരു കാര്യം വിവോ V21 SE എന്ന ഫോൺ iQOO U3 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ്. പക്ഷേ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും. iQOO U3 എന്ന ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന 5G പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ വിവോ V21 SEയിൽ സ്നാപ്ഡ്രാഗൻ്റെ 4G പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് വിവോയുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ വില കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. മറ്റ് ബ്രാൻഡുകളെ പോലെ 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും ഈ ഫോൺ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.